നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സമകാലീന ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ദേശീയ രാഷ്ട്രീയം പ്രവേശിക്കുന്നത്. നരേന്ദ്രമോദിക്കും BJPക്കും രണ്ടാമതൊരു ഊഴം ലഭിക്കുമോ? പല തട്ടുകളിലായി നിലകൊള്ളുന്ന പ്രതിപക്ഷ നിരയ്ക്ക് BJPയെ കടപുഴക്കാനുള്ള കഴിവുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിചാരധാരയ്ക്കാണോ അതെയോ വികാരധാരയ്ക്കാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യമുള്ളത്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് A. റഹീം, DYFI സംസ്ഥാന സെക്രട്ടറി, അഡ്വക്കേറ്റ് BRM ഷഫീർ, KPCC മീഡിയ മെമ്പർ, ശിവശങ്കരൻ BJP നേതാവ്, കണ്ണിക്കുട്ടി എബ്രഹാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ബാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ അനു ഉണ്ണി രാഷ്ട്രീയ നിരീക്ഷക, ലാൽകുമാർ സാമൂഹ്യ നിരീക്ഷകൻ, റിൻസി ഗവേഷക വിദ്യാർത്ഥി. അതോടൊപ്പം സമൂഹത്തിന്റെ പരിച്ഛേദമായി ഏതാനും പേർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സണ്ണിക്കുട്ടി ഞാനും പണ്ട് തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ വേണ്ടി UP ഒരുമിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ ഉത്തരേന്ത്യയിലെ നാട് ഏറെക്കുറെ പരിശോധിച്ച രണ്ട് മാധ്യമപ്രവർത്തകരാണ്. ഇന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും സണ്ണിക്കുട്ടി അവിടെ സംഭവിക്കുന്നത്? ബട്ടാസ് ആമുഖമായി പറഞ്ഞല്ലോ, ഇത് വികാരപരമായിരിക്കുമോ വിചാരപരമായിരിക്കുമോ? ഞാനത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചോളം ഒരുപക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഇന്ത്യ എങ്ങനെ തുടരണം, ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കണം, ഭാവി ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത്. അത് ഇന്ത്യയിലെ ജനങ്ങളെ കൃത്യമായിട്ട് ഇന്ത്യ എന്തായിരിക്കണമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വോട്ട് ചെയ്തു. ഇത് അതുപോലൊരു സമാനമായൊരു സാഹചര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. 5 വർഷത്തെ മോദിയുടെ ഭരണം, അത് BJPയുടെ ഭരണമായിരുന്നില്ല, മോദിയുടെ ഭരണം, മോദിയുടെ ഏകാധിപത്യപരമായ രീതികൾ, ഫാസിസ്റ്റ് ശൈലികളെല്ലാം 5 വർഷമായിട്ട് നാം കാണുകയാണ്. ഈ ഗവൺമെൻറ് തുടരണോ അതോ ഇന്ത്യ ലോക സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ വ്യക്തിത്വവുമായി ഇന്ത്യ എന്നും ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സെക്കുലർ ഇന്ത്യയായി തുടരണോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉദിക്കുന്നു. അവിടെയാണ് 4 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും സുപ്രധാനമെന്ന് സണ്ണിക്കുട്ടി കാണുന്ന തെരഞ്ഞെടുപ്പ് 1977 ശേഷമുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിട്ടാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സണ്ണിക്കുട്ടി എന്നുള്ള മാധ്യമ പ്രവർത്തകൻ കാണുന്നത്. ശിവശങ്കരൻ അദ്ദേഹം പറഞ്ഞു സൂചിപ്പിച്ചത്, നിങ്ങൾ എല്ലാ അടിസ്ഥാന ശിലകളും തകർത്തിരിക്കുന്നു, ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമായിട്ട് തുടരണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. സണ്ണിക്കുട്ടി സാർ അത്രയും കടുത്ത് പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായി പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ കടുത്ത ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷം. അപ്പോൾ അവിടെയാണെങ്കിൽ ഞാൻ വീണ്ടും സന്തോഷമാണ്. കാരണം എനിക്ക് സംശയം, സണ്ണിയുടെ നിലപാട് സംബന്ധിച്ച് ശിവശങ്കറിന് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? ആ തെറ്റിദ്ധാരണ തന്നെ നല്ലതാണെന്ന് ഇപ്പൊ പറയാം. കാരണം ഈ കേരളത്തിൽ നിന്ന് ഏക്കാലത്തും ഇപ്പൊ നേരത്തെ ഇദ്ദേഹം ജോൺ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ നിന്ന് എപ്പോഴും UPയിലേക്കും മറ്റുള്ള സംസ്ഥാനത്തിലേക്കും നോക്കി കാണുമ്പോൾ നാം അവരെ കാണുന്നത് ഒരു അധകൃതരായിട്ട്, ഒരു ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരായിട്ടൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശക്തമായി അതിനെതിരെ ഭരണപരമായ ഒരു ജനാധിപത്യ തേരോട്ടം നടന്നത്, ആ ഇന്ദിരാ സർക്കാരിനെ തകർത്തെറിഞ്ഞത് UPയിലെ നിരക്ഷരാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടല്ല അവിടെ ഉള്ളത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. UPയിലെ വോട്ടർമാരെ നിരക്ഷര കുട്ടികളായി അല്ലെങ്കിൽ പൊതുവെ ഒരു മലയാളികൾക്ക് ധാരണയുണ്ട് UPയിലെ ആൾക്കാരൊന്നും പോരാ, അവരൊക്കെ ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ്. അവര് ഇപ്പം കഴിഞ്ഞ 80 വോട്ട് അടിയന്തരാവസ്ഥയെ കടപുഴക്കി അവരുടെ ഒരു ജനാധിപത്യത്തെ
ചരിത്രം സല്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതെ, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തായിരുന്നു ജനാധിപത്യപരമായ ഒരു സമീപനം നാം കാണണം. അപ്പോൾ അത് കാരണം ഇവിടുത്തെ സണ്ണിക്കുട്ടി സാറിന്റെ അഭിപ്രായമായിരിക്കില്ല അവിടെ മോഡിക്ക് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതും. കേരളത്തിൽ നിന്ന് സണ്ണിക്കുട്ടി സാറും ഇപ്പൊ സുരേന്ദ്രബാബു സാറും ഒക്കെ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. റഹീമും മറ്റുള്ളവരുടെയും അഭിപ്രായവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു പൊതുധാരയായിരിക്കില്ല കേരളത്തിന് പുറത്തുള്ള സാധാരണ ജനങ്ങളുടേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ചരിത്രം ഇതുവരെ പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞു വരുമ്പോൾ ശിവശങ്കർ കേരളത്തിൽ എന്തോ കുറച്ച് പോരായ്മ ഉണ്ടെന്നുള്ളൊരു പൊതുവെ കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ബി.ജെ.പി 20 സീറ്റ് കേരളത്തിന്റെ കാര്യത്തിൽ ശിവശങ്കർ. ഞാനത് ഇപ്പൊ കൈരളിയിലാണെങ്കിലും ജനത്തിലാണ് കേരളത്തിൽ 20 സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിലും ഒന്ന് അല്ല, എത്ര സീറ്റ് കിട്ടുമെന്ന ശിവശങ്കറിന്റെ ഒരു നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ പറയും. ഓക്കെ, ഇപ്പോഴാ പറഞ്ഞ ട്രെൻഡ് അവസാന ഘട്ടത്തിൽ പറയും. റഹീം, അതായത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ്, അത് സംബന്ധിച്ച് യാതൊരു തർക്കവും ആർക്കില്ല. മോഡി രണ്ടാമത് വരുന്നതും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അത് ഏത് അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് റഹീം താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത്? ഡു ഓർ ഡൈ എന്നതാണ് ഇന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദം. അല്ലാതെ മറ്റൊന്നില്ല. ഒരു മാറ്റിപ്രതിഷ്ഠ എന്നത് മാത്രമാണ് ഇവിടെ. യഥാർത്ഥത്തിൽ നേരത്തെ വിചാരധാരയാണോ വികാരധാരയാണോ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ആ പരിസരത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കേണ്ടത്. നോട്ട് നിരോധനം, GST ഉൾപ്പെടെ തീവ്ര നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങൾക്ക് മോദി ഉപയോഗിച്ച 5 വർഷമാണ്. അല്ല, പ്രസക്തമായ വിഷയങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും വികാരപരമായ വിഷയങ്ങൾ പ്രസക്ത വിഷയങ്ങളെ വിഴുങ്ങുന്നു. അല്ല, ഈ വാക്ക് പറഞ്ഞത് റഹീം പറഞ്ഞ തന്നെയാ വിചാരധാര. ഈ 5 വർഷം ഭരണം എങ്ങനെയായിരുന്നു, അതാണ് ഒരു താങ്കൾ ഉദ്ദേശിച്ച വിചാരധാര. എനിക്ക് തോന്നുന്നു വികാരധാര എന്താണ്? പട്ടാളം, സൈന്യം, പാകിസ്ഥാൻ, ഇതൊക്കെ കാണിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം അതായിരിക്കും താങ്കൾ വികാരധാര എന്ന് പറഞ്ഞത്. അതിനകത്ത് എലിമിനേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യരുണ്ട്. ഇപ്പോ കഴിഞ്ഞൊരു ചർച്ചയിൽ നമ്മൾ അസമത്വത്തിന്റെ കണക്ക് പറഞ്ഞു. എലിമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാല് തൊഴിലിൽ നിന്ന്, അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന്, അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് എല്ലാം എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഗ്രാമങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ ഗ്രാമങ്ങളുടെ ആകെ കടുത്ത രോഷപ്രകടനമായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് ഒരു പോളിസിക്കെതിരായ വിധിയെഴുത്തായിരിക്കും എന്ന കാര്യത്തിൽ നയത്തിനെതിരെയുള്ള. ഷഫീർ എങ്ങനെ കാണുന്നു? ഷഫീർ, ഇപ്പൊ പ്രിയങ്കയൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്നു, കോൺഗ്രസ് റിജുവിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴും ശിവശങ്കരൻ പറഞ്ഞതിൽ ചില കാര്യമുണ്ട്. UP ഒക്കെ ഒരു ബാലികേറാൻ മലയായി നിൽക്കുകയാണ്. അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മികവ് അടയാളപ്പെടുത്താൻ ശതകോടീശ്വരന്മാർക്കല്ലാതെ ആർക്കാണ് ഈ ഗവൺമെന്റ് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളത്? കൃഷിക്കാർക്കുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീ ബിട്ടാസ്, നിങ്ങൾ കണ്ടില്ലേ മഹാരാഷ്ട്രയിൽ ഇന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലോങ് മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു. കർഷകർ ഈ ഗവൺമെന്റിനെതിരല്ലേ? ചെറുകിട വ്യവസായികൾ ഈ ഗവൺമെന്റിനെതിരല്ലേ? സർവകലാശാലകൾ തിളച്ചു പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? ആദിവാസികളും ദളിതരും പീഡനം അനുഭവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? 1600-ൽ പരം വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും നിങ്ങൾ കണ്ടില്ലേ? സൈനികർ ഇവർക്ക് ഇപ്പോൾ എതിരല്ലേ? ഇന്റലിജൻസും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ ഇവർക്കെതിരല്ലേ? ഇവർ എല്ലാം അട്ടിമറിച്ചില്ലേ? ഇതിനെല്ലാത്തിനും എതിരായിട്ടൊരു ഗവൺമെന്റ് ഉണ്ടാവണ്ടേ? RBIയെ തിരിച്ചു പിടിക്കട്ടെ, നമുക്ക് പട്ടാളത്തെ നമുക്ക് തിരിച്ചു പിടിക്കട്ടെ, വിജിലൻസിനെയും വിജിലൻസ് കമ്മീഷനെയും തിരിച്ചു പിടിക്കണ്ടേ? ഇവർ നഷ്ടപ്പെടുത്തിയ, ഇവർ കവർന്നെടുത്ത ഇന്ത്യയുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കണ്ടേ? ഇപ്പൊ പുൽവാമ യഥാർത്ഥത്തിൽ ആ ഒരു സംഘർഷം, ആ ഒരു ആക്രമണം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ്. ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഉത്തരേന്ത്യയിൽ ഒട്ടാകെ ഒരു ദേശസ്നേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു മാസ്മരികതയാണ് BJP ഇതിലൂടെ ഉയർത്താൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഷഫീറും റഹീമൊക്കെ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതിൽ തമസ്കരിക്കപ്പെടുകയാണോ? ഞാനിപ്പോൾ കാണുമ്പം ഇപ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ചില്ലേ വിചാരധാരയും ഇന്ത്യൻ ജനാധിപത്യവും തമ്മിലുള്ളൊരു ചോയ്സാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വിചാരിക്കുന്നു. വിചാരധാര എന്ന് പറയുമ്പം RSSന്റെ പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്ത ആ പുസ്തകം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗോൾവാൾക്കറുടെ. ഇവിടെ ഈ നമ്മുടെ ശിവശങ്കരൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ച് വളരെ എന്താ പറയുക, ഈ പുച്ഛമാണ് അദ്ദേഹത്തിന്. തൊഴിലില്ലാത്ത 2 ആളുകൾ തൊഴിലില്ലായിരുന്നെങ്കിൽ എവിടെ ഇനി നോക്കിക്കൊള്ളുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതാണ്. അതെ, തൊഴിലില്ലാത്ത ഏതോ ഒരു ഗ്രൂപ്പിൽ കിട്ടിയ സാധനമാണ്. അതെ, അവർക്ക് തൊഴിലുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോ UPയിലൊന്നും ഈ പണിക്ക് വരുമായിരുന്നില്ല എന്നാണ്. ആ കുടുംബത്തെക്കുറിച്ച് തീരെ അറിയാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. അത് പോട്ടെ. ഞാൻ പറയുന്നത്, ഞാൻ 1977 സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ മാതിരിയാണ് ഇതിനെ സമീകരിക്കുന്നത്. 1977 തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തെരഞ്ഞെടുപ്പിനും
പ്രഖ്യാപനവും തമ്മിൽ 2 മാസത്തെ അകലം ബ്രിട്ടാസെ. ആ അകലത്തിലാണ് എല്ലാ നേതാക്കളെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നമുക്കറിയാം, ശരിക്കും ജയപ്രകാശ് നാരായൺ, ചന്ദ്രശേഖർ, അദ്വാനി, കേട്ടോ ശിവശങ്കർ, അതേമാതിരി പിന്നെ വാജ്പേയി ഒക്കെ തുടങ്ങിയ ആളുകളെയൊക്കെ അപ്പോഴാണ് ഇറക്കി വിടുന്നത്. ആ ആളുകൾ 2 മാസ സമയം കൊണ്ടാണ് ഇപ്പം നാം കാണുന്ന മഹാഗത്ബന്ധന് തുല്യമായ ഒരു മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണിയാണ് ജനതാ പാർട്ടി എന്നറിയുന്നത്. ആ പാർട്ടി ഒരു 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 ഏകദാന സ്വഭാവത്തോടു കൂടിയ ഒരു പാർട്ടി ഘടനയായിരുന്നില്ല. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാത്രം ഉണ്ടാക്കിയ, എല്ലാവരും ഒത്തുകൂടിയ ഒരു പ്ലാങ്ക് മാത്രമായിരുന്നു ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി രൂപം കൊണ്ടത് 2 മാസം കൊണ്ടാണ്. 2 മാസം കൊണ്ട് രൂപം കൊണ്ട ഒരു പാർട്ടി ഞാനാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ബറുവ പറഞ്ഞ ആ കാര്യം, അങ്ങനെ നിന്നിരുന്ന ദേശീയത ഉയർത്തിയ ഇന്ത്യയെ രക്ഷിക്കുന്നത് ഞാനാണ്. ഇതാ ഇപ്പം നിങ്ങളുടെ നേതാവ് പറയുന്നത് മാതിരി തന്നെ ഇന്ത്യ എന്നാൽ ഞാനാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ 2 മാസക്കാലം കൊണ്ട് മാത്രം ഒരു മുന്നണി ഉണ്ടായപ്പം അതിനെ കിച്ചടി എന്നാണല്ലോ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ചത്. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് 5 പതിറ്റാണ്ട് മുമ്പത്തെ സമാനമായ സാഹചര്യത്തിലൂടെയാണ് പ്രതിപക്ഷം കടന്നു ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു ഡു ഓർ ഡൈ എന്ന നിലയ്ക്ക് അതാണ്. ഈ അവസ്ഥ, ഈ തീവണ്ടി മിസ് ചെയ്താൽ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തീവണ്ടിയാണ് മിസ് ചെയ്യുന്നത് എന്ന ബോധം ഗംഭീരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളിലും, ഞാൻ പറയുന്നത് സാമ്പത്തികമായി നീതി ലഭിക്കാത്ത വിഭാഗങ്ങൾ മാത്രമല്ല, ആശയപരമായി ഇതിനെ എതിർക്കുന്ന ഇടത്തരം ഇന്റലക്ച്വൽസ് അടക്കമുള്ള വിഭാഗങ്ങൾ ശരിക്കും എതിർത്ത് നിൽക്കുന്നു മോദി. ഇത് അവസാനത്തെ തീവണ്ടിയാണോ? പണ്ട് ആന്റണി ഇവിടെ പറഞ്ഞ പോലെ വികസനത്തിന്റെ അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ഒരു വലിയ പാരമ്പര്യവും പശ്ചാത്തലം, ഇതൊരു സന്നിധ ഘട്ടമാണെന്നുള്ളതിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ നമുക്ക്. ഇനി കോൺഗ്രസ്, ഞാനതിനെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യണമെന്നൊന്നും നിർബന്ധിക്കരുത്. കാരണം ഇതൊരു ലാസ്റ്റ് വണ്ടി എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു സാധ്യതയുള്ളൊരു സമയമാണ്. ഈ വണ്ടിയെ നമുക്ക് മാറ്റി വേറെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ലാസ്റ്റ് വണ്ടി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ആ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെ തകർക്കുന്നു എന്ന നിലയ്ക്കാണ് റഹീം ആ സംഘടന സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കുന്നു എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു 5 വർഷം എന്ന നിലയ്ക്ക് അത് കിട്ടാതിരിക്കട്ടെ, കിട്ടാൻ സാധ്യതയുമില്ല. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഉറപ്പായും തിരിച്ചു പിടിക്കാനുള്ള ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളതാണ് തർക്കം. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സണ്ണിക്കുട്ടിയെപ്പോലുള്ള ആൾക്കാർ. നമുക്ക് ഒരാളിലേക്ക് വരാൻ. ഡോക്ടർ അനു ഉണ്ണി, ഇവിടെ ഇത്രയും നേരത്തെ ചർച്ച കണ്ടല്ലോ, താങ്കൾ എങ്ങനെ തോന്നുന്നു? ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഈ പോരാട്ടത്തിന്റെ രൂക്ഷത എത്രമാത്രമായിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിച്ചെടുക്കാവുന്നതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം എങ്ങനെ മുന്നോട്ട് പോകും, ആ ആശയത്തിന് ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നതെന്ന് കാതോർത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റിന്റെ കൂടി ഒരു അവസരമാണ്. കാരണം BJP ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, മറുവശത്ത് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജനാധിപത്യ മതേതര സങ്കല്പം അതിൽ തീർച്ചയായിട്ടും അതിൽ ഒട്ടനവധി കക്ഷികൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഉദാഹരണമായിട്ട് മമതാ ബാനർജിയുടെ ചേർന്നു ഷഫീറെ റഹീമായിട്ട് എന്തായാലും ചേരാൻ പറ്റുമോ? റഹീമായിട്ടൊന്നല്ല. ഈ 2004 ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ. അന്ന് ബഹുമാനായ ശ്രീമതി സോണിയാഗാന്ധിയോട് ആദ്യം സംസാരിക്കുന്നത് പണ്ഡിതപ്രജ്ഞനായ ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്ത. അവിടെ തുടങ്ങുന്നതാണ്, ചേരില്ല എന്നവർ പറയുന്ന ഏത് രാസഘടകങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചേരും, ചേർക്കേണ്ടി വരും. ആ ഒരു കാര്യത്തില് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരുപക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ, സഖ്യകക്ഷികളുടെ കാര്യത്തിലാണെങ്കിൽ, പ്രത്യേകിച്ചും മമതാ ബാനർജി ആണെങ്കിലും മായാവതി ആണെങ്കിലും ഒക്കെ ആന്തരികമായിട്ട് ചില പ്രധാനമന്ത്രി അംബീഷൻസ് നർച്ചർ ചെയ്യുന്നവരാണ്. അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അപ്പോൾ ഒരുപക്ഷെ ഒരു കൂട്ടുകക്ഷി സഭ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുമോ എന്നുള്ള സംശയങ്ങളെല്ലാം അവിടെ ഒരു ചോദ്യത്തിനുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള സമയമായിട്ടില്ല. കാരണം വെച്ചാൽ ഒരു പുതിയ മന്ത്രിസഭയെ പ്രതിഷ്ഠിക്കാൻ കുറച്ച് കഷ്ടപ്പെടണം. എളുപ്പത്തിൽ അങ്ങോട്ട് എത്തിക്കരുതാനും. എന്നാൽ ഇതൊരു അവസാനത്തെ വണ്ടി അല്ല. ഇതിനെ അതിജീവിക്കാനുള്ള റെസീലിയൻസ് ഇന്ത്യക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ചെതറ് നിൽക്കുന്ന പ്രതിപക്ഷം, ഒരു റിസർജന്റ് ആയിട്ടുള്ള ഒരു BJP, അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു മേൽക്കോയ്മ, ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ല, ഇത് അവസാനത്തെ ട്രെയിൻ അല്ല. പക്ഷേ വരുന്ന ട്രെയിൻ നമുക്ക് മിസ്സാകത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഇറ്റ്സ് എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ഇന്ത്യ, ഒരു സംശയമില്ല. 1977 ഇന്ദിരാഗാന്ധിയെ അട്ടിമറിക്കുമ്പം സെക്യുലറിസം ഒരു പ്രശ്നമായിരുന്നില്ല. കാര്യം അവിടെ യൂണിറ്ററി ബയാസിൽ നിൽക്കുന്ന, അവർ സർവാധിപം അല്ലെങ്കിൽ ആ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. അതിനെയായിരുന്നു നമുക്ക് പിടിച്ചേർത്തേണ്ടത്, ഫെഡറൽ സ്ട്രക്ചറിനെയായിരുന്നു പിടിച്ചേർത്തേണ്ടത്. പക്ഷേ ഇപ്പം
സെക്യുലറിസം, ഇത്രയും ആൾക്കാർ താമസിക്കുന്ന മുസ്ലിംസും ക്രിസ്ത്യൻസും അങ്ങനെയുള്ള പോപ്പുലേഷൻ താമസിക്കുന്നിടത്ത് ഇവർ കാണിക്കുന്ന വർഗീയ കാർഡ്, ദാറ്റ് ഇസ് ഡേഞ്ചറസ് ഫോർ മൈനോറിറ്റി. അങ്ങനെ ഒരു സംശയവുമില്ല കാര്യത്തിൽ. അങ്ങനെ ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത് ഈ കോലാഹലത്തെ? വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ ആകാംക്ഷയാണ് റിൻസിക്കുള്ളത്, ഉത്കണ്ഠയില്ല. ആകാംക്ഷയാണ്. കാരണം ശരിക്കൊരു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് എന്നതൊരു വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു ഈ 5 വർഷം എന്നത്. ഈ ഇപ്പൊ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ, കാർഷിക പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ BJP വിരുദ്ധത ഈ നോർത്ത് സൗത്തിൽ ഈ പറയുന്ന വിചാരധാരകളുടെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ചിന്തിക്കുമ്പോൾ ആയിരിക്കില്ല സൗത്തിലേക്ക് വരുമ്പോൾ ചിന്തകളിൽ വ്യത്യാസം വരുന്നു. റിൻസിയുടെ അഭിപ്രായത്തിൽ നോർത്ത് BJP-ക്കൊപ്പമാണോ? നോർത്തിൽ നരേന്ദ്രമോദി വിരുദ്ധത കുറവാണ് എന്നാണ് തോന്നുന്നത്. സൗത്ത് ഇന്ത്യയിൽ ശിവശങ്കർ ആ ഒരു സൗജന്യം റിൻസി ശിവശങ്കറിന് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ ഈ പാനലിലെ ഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ BJP പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ പാനലിൽ നമുക്കത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ തിരിച്ച് എനിക്ക് തോന്നുന്നു ബാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ റഹീമിനെ സംബന്ധിച്ചോളം ഇത് ലാസ്റ്റ് ബസ്സും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബസ് അല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ലാസ്റ്റ് ബസ് അല്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ബസ് ആണ്. കാരണം അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നു. CPI-യെ സംബന്ധിച്ചോളം ഓൾമോസ്റ്റ് ബസ് മിസ്സായി, ഒരു MP ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചോളം ഈ തിരഞ്ഞെടുപ്പ് ലാസ്റ്റ് ബസ്സാണ്. ഞാൻ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാനതും ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ചല്ല, ആരെങ്കിലും BJP-യിൽ ജനാധിപത്യവാദികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ചേർത്താണ് ഞാനിത് പറയുന്നത്. ജനാധിപത്യത്തെ ഇനിയിപ്പോ മോദി എന്നല്ല ആര് വിചാരിച്ചാലും ഇന്ത്യയിലെ ജനാധിപത്യത്തെ തറക്കാൻ പറ്റില്ല എന്ന് ഞാൻ ശക്തമായ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ മോദി അല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന നമ്മുടെ ശിവശങ്കറിന്റെ വിശ്വാസം തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കാൻ നമ്മളെയും പ്രേരിപ്പിക്കും. ഈ ജനാധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റേ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന് ജനകീയ പിന്തുണയോടുകൂടി തന്നെയാണ്. ജർമ്മനിയും ഇന്ത്യയൊക്കെ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇപ്പം അധികാരത്തിലേക്ക് വരുന്ന സ്വഭാവം ജനകീയമാണെങ്കിലും പിന്നീട് ഡെസ്പോട്ടിക്കായി മാറുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടുമാണ്. അതും അവിടെയൊക്കെ അന്ത്യം എന്തായിരുന്നു കൂടി ആ കേസ് സ്റ്റഡിയുടെ തുടർച്ച പഠിക്കണം. അപ്പൊ വന്നത് മാത്രമല്ല എല്ലാ CPM നേതാക്കൾ അല്ലെങ്കിൽ എല്ലാ മാർക്സിസ്റ്റ് ഭരണകൂടത്തിന്റെ നോക്കണം. അത് ബംഗാളിലായാലും ത്രിപുരയിലായാലും സ്റ്റാലിന്റെ ആയാലും മറ്റ് പോൾപോട്ടിന്റെ ആയാലും എല്ലാം ചൈനയുടെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ മാർക്സിസ്റ്റ് ഭരണകൂടങ്ങൾക്കും വന്ന ഏറ്റവും വലിയ ഒരു പരാജയം അത് CPM-ന് കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ആർക്ക് പരാജയം ഉണ്ടായാലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവില്ല, നിങ്ങൾ ആദ്യം ഡിക്ലെയർ ചെയ്തല്ലോ. അപ്പോ നിങ്ങളുടെ ഗാലറിയിലാണ് അങ്ങനെ പറഞ്ഞു. അല്ലല്ല, അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ കടമെടുത്തത്. ഞാൻ പറയുന്നില്ല ഇവിടെ 20 സീറ്റ് നേടുന്നു CPM കിട്ടും. താങ്കൾക്ക് എത്ര കിട്ടും? ഇനി ഇല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. എത്ര കിട്ടും? അല്ല, നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങളല്ലേ പറഞ്ഞു. ഞങ്ങൾ 20 കിട്ടുമെന്ന് പറഞ്ഞ അത്ഭുതമല്ല. എന്നറിയാമോ? 20-ൽ 18-ഉം 19-ഉം ഒക്കെ കിട്ടിയ ചരിത്രം ഇവിടെ ഉണ്ടേ. അപ്പൊ ആ ചരിത്രം ആവർത്തിച്ചിടായില്ല. പക്ഷെ നിങ്ങൾക്കെന്ന് പറയും. അതാണ് നൈതിയെങ്കിൽ ഞങ്ങൾക്ക് UP-ൽ 50 പറയാലോ, ഞങ്ങൾക്ക് മറ്റു കർണാടകത്തിൽ 27 പറയാലോ. അതല്ല ശരി, അതല്ല നമ്മൾ സത്യസന്ധമായിട്ട് കാണണം. ഒരു 20 സീറ്റ് കിട്ടുന്ന എന്താ സത്യസന്ധമായി കാണുന്ന ശിവശങ്കരന്റെ അഭിപ്രായ പ്രകാരം എത്ര സീറ്റ്? കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിരിക്കും. കേരളത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ തുടങ്ങാം. പറയട്ടെ, ഒന്ന് അറിയാനാ. ഈ രാജ്യത്ത് ഏറ്റവും അധികം ദളിതർ ആക്രമിക്കപ്പെട്ട കാലമാണിത്. ഏറ്റവും അധികം ആൾക്കൂട്ട കൊലപാതകം നടന്ന കാലമാണിത്. മോബ് ലിഞ്ചിങ് എന്ന പദം ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കാലമാണ്. ഇനി അതെല്ലാം പോട്ടെ, ന്യൂനപക്ഷങ്ങളുടെ കാര്യം പൂർണ്ണമായി കൈവെടിയില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെ കൈവെടിയില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിലെ ട്രംപ് കാർഡ് എന്താ? നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാർഡ് അയോധ്യയാണ്. ആ അയോധ്യ പ്രശ്നം നിങ്ങൾ ഉയർത്തുന്നത് മുസ്ലിങ്ങളെ വേട്ടയാടാനാണ്. എന്തിനേറെ പറയുന്നു, പുൽവാമയിലെ ഈ ദൗർഭാഗ്യമായ സംഭവത്തിന് ശേഷം പോലും വംശീയവെറിയുടെ കാർഡിറക്കി നിങ്ങൾ കാശ്മീരി ജനവിഭാഗത്തെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിരപരാധികളായ കാശ്മീരികളെ വേട്ടയാടിയില്ലേ? ആ ചോരയുമായിട്ടാണ് നിങ്ങൾ താമര പിടിച്ച് വോട്ട് പിടിക്കാൻ പോകുന്നത്. നിങ്ങളെ ഇത് ഇത്രയും വിസിബിളായ ഒരു സൊസൈറ്റി ഇന്ത്യ നിങ്ങളെ നേരിട്ട് കാണുകയല്ലേ, അനുഭവിക്കുകയല്ലേ? രാജ്യത്തിന്റെ വളർച്ചയെ നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. അദ്ദേഹം പറഞ്ഞതിൽ ഒരു പകുതി സംഭവത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ രാജ്യം വളർച്ചയെ നേരിട്ടിരിക്കുന്നു. 2014-ൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ഒരു സർക്കാരിനെ മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങൾ 2G മാത്രം എന്തിയാ കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു, കോമൺവെൽത്ത് അന്വേഷണം എവിടെ എത്തി?
അല്ല, അങ്ങനെ ഇതാണല്ലോ അങ്ങനെ ഞാൻ മറ്റേ- ബാബാ രാംദേവ് എവിടെ? ബാബാ രാംദേവ് എവിടെ? ഞാനൊന്ന് അണ്ണാ പറഞ്ഞു ഹസാരെ തുടങ്ങട്ടെ. എവിടെ? ശിവശങ്കരൻ പറയട്ടെ. ആരോപണം മാത്രം പോരെ, എന്ത് ചെയ്തു നിങ്ങൾ 5 കൊല്ലത്തിനിടയിൽ? നിങ്ങൾക്ക് ആരോപിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അല്ല, സുഹൃത്തേ. ശിവശങ്കരന് ആരോപിക്കാൻ അല്ല, അവകാശമില്ല. അല്ല, 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 സർ, അല്ല, അല്ല, ഒരു നിമിഷം, എന്റെ സമയമാണല്ലോ. അഴിമതിക്കെതിരായി 5 കൊല്ലത്തിൽ ശവപ്പെട്ടി കുമ്പോണത്തിന്റെ കാര്യം എന്തായി? ഷഫീറെ. ശവപ്പെട്ടി കുമ്പോണത്തിന്റെ കാര്യം എന്തായി? എനിക്കിപ്പോ- അല്ല, ശവപ്പെട്ടി കുമ്പോണത്തിന്റെ കാര്യം എന്തായി? എനിക്കിപ്പോ ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ശവപ്പെട്ടി കുമ്പോണെന്ന് പറഞ്ഞ് BJP-ക്കെതിരെ പറഞ്ഞല്ലോ, അതിനെതിരെയുള്ള വിധി പറഞ്ഞു. കഴിഞ്ഞ 5 അല്ല, ഇത് പറയൂ, ഇത് പറയൂ. അല്ല, 5 വർഷത്തിൽ ഇത് 10 കൊല്ലത്തെ കാര്യം നിൽക്കട്ടെ. അത് 10 കൊല്ലത്തെ ആദ്യം പറയൂ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ 10 വർഷം ഭരിച്ചല്ലോ. നിങ്ങൾ കോമൺവെൽത്ത്, നിങ്ങൾ പറഞ്ഞ 2G, നിങ്ങൾ പറയുന്ന മോദിക്കെതിരെയുള്ള ആരോപണങ്ങൾ, നിങ്ങൾ ശവപ്പെട്ടി കുംഭകോണം, നിങ്ങൾക്ക് ഒരു കേസ് തെളിയിക്കാൻ പറ്റുമോ? ഒരു കേസ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഷഫീറെ. ഒരു കേസ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കേസ് നിങ്ങൾ രണ്ടുപേരും തെളിയിച്ചില്ല. പോട്ടെ, പ്രശ്നം പരിഹരിച്ചല്ലോ. അപ്പൊ രണ്ടുപേരും തെളിയിക്കാതെ പോയി. ശിവശങ്കരൻ പറ. 2014 ഒരു ജനകീയ ഒരു അസംഷൻ അതായിരുന്നു, അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ ജനവിധി ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷമായി ഒരു അഴിമതി ആരോപണവും നേരിടാതെ ഇതുവരെ വന്ന ഒരു സർക്കാരിനെ നിങ്ങൾ തെറ്റായ ഒരു കാര്യവുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റഫേൽ ഇടപാടിനെ കുറിച്ച് ഇപ്പൊ പറയുന്നു. നിരോധനം തന്നെ ഏറ്റവും വലിയ അഴിമതിയായിരുന്നില്ല. നോട്ട് നിരോധന അഴിമതി നിങ്ങൾ എന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? ആകെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ കുറെ കള്ളപ്പണം നഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കള്ളപ്പണം, നിങ്ങളുടെ അടക്കം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് UDF സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മരുമകനും അടക്കം കോടതി കയറിയിറങ്ങുന്നത്. ജയിലില്ല. നിങ്ങൾ എത്ര പേര് ഞാൻ പറയും നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ 2 നേതാക്കൾ നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ ജാമ്യം എടുത്തേക്കണത് എന്താണ് കാര്യം? ഒരു ട്രസ്റ്റ് നടപടിക്രമമാണ്. നടപടിക്രമം കോടതിയിൽ ചെന്ന് അതൊരു ട്രസ്റ്റുമായി താങ്കൾക്ക് വാദിക്കാറുണ്ടല്ലോ. താങ്കളുടെ വലിയ നേതാക്കളായ സ്വന്തം പാർട്ടിയുടെ നേതാക്കളെ കുറിച്ച് അഴിമതി ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന അമ്മയും മകനും ഞങ്ങളെ കുറിച്ച് പറയാം. അതിന് ജാമ്യം എടുക്കും. സാങ്കേതികത്വത്തെ സംബന്ധിച്ച് പറയുമ്പോ റാഫേലിന് സാങ്കേതികമില്ല. താങ്കളുടെ കാര്യത്തിൽ വരുമ്പോ സാങ്കേതികത്വം. ഇതിനാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ചർച്ചയിൽ താങ്കൾ പറഞ്ഞല്ലോ ജാമ്യം എടുത്തോ ഇല്ലയോ? രാഹുൽ ഗാന്ധി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ 20 ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട ട്രസ്റ്റി ആക്ട് കമ്പനി ആക്ടിന്റെ വയലേഷൻ നടത്തി എന്ന് പറഞ്ഞവർ കേസ് കൊടുത്തു. സുബ്രഹ്മണ്യ സ്വാമി അതിൽ ജാമ്യം എടുത്തു. കേസ് അതിൽ 5000 കോടിയോ 10000 കോടിയോ 5 കോടിയോ 50 രൂപയോ 5 രൂപയോ അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറ. അതാണ് പോയിന്റ്. നിങ്ങൾക്ക് കോടതി പറഞ്ഞ് നിങ്ങൾ ജാമ്യം എടുക്കണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് തെളിയിക്കായിരുന്നില്ലേ? രാഹുൽ ഗാന്ധി 5 രൂപയുടെ അഴിമതി നടത്തി ഇപ്പൊ പറയും. 5 അല്ല 500 കോടി അഴിമതിനല്ലേ കോടതിയില് മരുമകൻ വാദ്ര കോടതി ECയുടെ മുമ്പിൽ നടക്കുകയല്ലേ? ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ കേസില്ലാത്തത്? ബ്രിട്ടാസ്ജി ECയുടെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ ആയുധമാണ് ഷഫീറെ. റോബർട്ട് വദ്ര അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആയുധമാണ്. അല്ല, റോബർട്ട് വദ്രയെ ഒരു കുറെ ദിവസം കൊണ്ട് ചോദ്യം ചെയ്തല്ലോ. എന്ത് കിട്ടിയവർക്ക്? അതാണ് ചോദ്യം. അല്ല, 5 കൊല്ലത്തിനിടയിൽ എന്തുകൊണ്ട് റോബർട്ട് വദ്രയെ ഇപ്പൊ വിളിച്ചു? നേരത്തെ വിളിക്കണം. എന്ത് തെളിവ് അവർ ഹാജരാക്കി? നേരത്തെ 5 കൊല്ലത്തിനിടയിൽ റോബർട്ട് വധേരക്കെതിരെ എന്ത് തെളിവുകൾ ഹാജരാക്കി? ഒരെണ്ണമുണ്ടോ നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാൻ? നിങ്ങൾ ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ CBI കൊണ്ടുവന്ന് സ്റ്റേറ്റുകളിൽ കയറ്റും. നിങ്ങൾക്ക് എതിരാളികളുള്ള സ്റ്റേറ്റ് നേതാക്കന്മാരുടെയും നാഷണൽ നേതാക്കന്മാരുടെയും വീടുകളിൽ നിങ്ങൾ കയറ്റും. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഭരണക്രമം ഒന്ന് പരിശോധിക്കുക. ഒരു പ്രധാനമന്ത്രിയും പിന്നെ ഒരു പാർട്ടിയുടെ നേതാവും ചേർന്ന് 2 പേർ ചേർന്ന് ഭരിച്ച ഒരു സിസ്റ്റമായിരുന്നു. ആ സിസ്റ്റത്തിൽ അഴിമതികൾ മറച്ചു വെക്കാൻ കഴിയും ധാരാളം. അത് മാത്രവുമല്ല, നമുക്കറിയാം ഇറങ്ങിപ്പോകുമ്പോഴാണ്, മറ്റൊരു സർക്കാർ വന്ന് അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥ അഴിമതികളുടെ ആഴം നമുക്കറിയാൻ കഴിയുന്ന ഒന്ന്. അല്ല, ഞാൻ തീർന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ അഴിമതി നടന്നില്ല എന്ന് പറയുന്നു. നോട്ട് നിരോധനത്തിന്റെ അഴിമതി എത്രയാണ്, എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് എന്ന് പറയുന്നത് മോദി അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതൊക്കെ നിലവാരങ്ങളിലാണ് റിസർവ് ബാങ്കിന്റെ നിയമങ്ങളെയും റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരെയും നിയന്ത്രിക്കുകയും പുറത്താക്കുകയും ചെയ്ത് അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം തീർന്നില്ല. 2 കാര്യങ്ങൾ എനിക്ക് താങ്കൾ പറഞ്ഞത് പറയാനുണ്ട്. ഒന്ന്,
ആദിവാസി മധുവിൻ്റെ കാര്യം പറഞ്ഞു. ആദിവാസി മധുവിൻ്റെ കാര്യം ഈ വർഷം വാർഷികമാണെന്ന് ഓർക്കണമെന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെ ഓർക്കുന്ന ഒരു ഭരണക്രമമാണോ താങ്കളുടേത്? ഞാൻ പറയട്ടെ, 11 ലക്ഷം ആദിവാസികളെ ഈ കാട്ടിൽ നിന്ന് വനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന ഒരു നിയമം സുപ്രീം കോടതി പാസ്സാക്കി, അറിയാലോ നിങ്ങൾക്ക്. അങ്ങനെ പാസ്സാക്കുന്ന സമയത്ത് കുലീനമായ നിശബ്ദത പാലിച്ചത് കേന്ദ്ര സർക്കാരായിരുന്നു. കുലീനമായ നിശബ്ദത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നത് കുലീനമായ നിശബ്ദത അല്ലത്. കുറ്റകരമായ നിശബ്ദത ഒരു സെക്കൻഡ് സണ്ണിക്കുട്ടി, ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തില് കുലസ്ത്രീ കുറ്റകരമായ നിശബ്ദത അത് പാലിച്ചത് കൊണ്ട് സംഭവിച്ചത് എന്താ? 11 ലക്ഷം ആളുകളെ ഇറക്കി വിടണം. അത് എന്തിനാണ് സത്യത്തിൽ ചെയ്തിരുന്നത്? കോർപ്പറേറ്റുകൾക്ക് വനഭൂമി യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇന്ന് കേരള ഗവൺമെന്റാണ് അതിനെതിരെ അപ്പീൽ പോകാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മധുവിന്റെ കാര്യത്തിലുള്ള ആത്മാർത്ഥത അത്രയേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടി, ഇപ്പം റിസർവ് ബാങ്കിനെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്? അവസാനം എന്താ ഈ മെനിഞ്ഞാന്ന് 28,000 രൂപ കൂടി എടുക്കാൻ പോകും. ഈ 28,000 കോടി രൂപ എടുക്കാൻ പോകുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ പറയുന്നത്. അതനുസരിച്ച് എന്ത് റിസർവ് ആണ് റിസർവ് ബാങ്കിന് ഇനി ഉണ്ടാവുക? നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ക്രമബദ്ധമായി എടുത്തിരിക്കുന്ന തുക കൊണ്ട് റിസർവ് ബാങ്ക് അനുഭവിച്ച സമ്മർദ്ദം, ഓരോ റിസർവ് ബാങ്ക് ഗവർണർമാരും രാജിവെച്ചതിന്റെ കാരണം ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ്. നമുക്ക് 1-2 ചോദ്യങ്ങൾ പറ. നിങ്ങൾ ഈ യുവാക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാനുള്ള കാര്യം അത് നമ്മൾ ഞാനോട് ഒരു വാക്ക് പറഞ്ഞോട്ടെ. അതിനെ കുറിച്ച് ചർച്ച ചെയ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് അലമാരിയുടെ അടിയിലോട്ട് വെച്ചു. പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് ശിവശങ്കർ മറുപടി പറയാൻ സമയം ശിവശങ്കർ ജനാധിപത്യാവകാശം സംരക്ഷിക്കാൻ ശിവശങ്കരൻ പറയട്ടെ, അപ്പോഴേ നമുക്ക് അടുത്ത ചോദ്യം. ഈ പഠിച്ച കമ്മിറ്റി ഞാൻ അവസാനിപ്പിച്ചിരുന്നു തുടങ്ങാം. ഈ പഠിച്ച കമ്മിറ്റി എന്ന് പറയുന്ന 6 മാസം നടത്തിയ നാഷണൽ സാമ്പിൾ സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ മലയാളിയായ CPM-ന്റെ നേതാവിന്റെ അളിയനാണെന്നും പറയാൻ പറ്റുള്ളൂ. പറയട്ടെ. CPM നേതാവിന്റെ അളിയനാണെന്നും ഈ കമ്മിറ്റിയെക്കുറിച്ച് ചർച്ച നടത്തുവാൻ വേണ്ടി മന്ത്രിമാരും അതിന്റെ മുകളിലത്തെ നേതാക്കളും വിളിച്ചപ്പോൾ, IAS ഓഫീസർ വിളിച്ചപ്പോൾ ആ കമ്മിറ്റി അവിടെ ഈ റിപ്പോർട്ട് വെച്ചില്ല എന്നുള്ളതും കൂടി താങ്കൾ വായിക്കണം. 1. 2, RBI കുറിച്ച് ഇവർ നിരന്തരമായി പറയുന്നു. ഇത്തരത്തിൽ RBI നിയന്ത്രിക്കണമെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ 2 RBI ചെയർമാൻമാരെയും ഗവർണർമാരെയും നിയന്ത്രിക്കാമായിരുന്നു. അവർ രാജിവെച്ചു പോയപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ അത് പറഞ്ഞില്ല എന്നും ആലോചിക്കണം. അപ്പൊ RBI തെറ്റായ കാര്യങ്ങൾ നടന്നിരുന്നില്ല. ഇത് അദ്ദേഹം ലാലു പറഞ്ഞ പോലെ ടയർ 1 ഒരു സെക്ടർ അല്ല അവിടെ പ്രശ്നം. അവിടെ അതിനേക്കാൾ ഉപരി RBI നിഷ്കർഷിച്ചിരുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ അവിടെ ഫണ്ട് ഉണ്ട്. അത് രാജ്യത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നിരന്തരമായി കെട്ടിക്കിടക്കുന്ന കഴിഞ്ഞ 17 വർഷമായി അവിടെ കെട്ടിക്കിടക്കുന്ന ഫണ്ട് ഒരു ബാബു സാർ പറയുന്നത് ഇവിടെ 17 വർഷമായി കിടക്കുന്ന ഫണ്ട് സാധാരണക്കാരന് ഉപയോഗപ്രദമായി ഉപയോഗിക്കരുത്, അത് റിസർവ് ബാങ്കിൽ നിശ്ചലമായി കിടക്കണം. അല്ല ഞാൻ അപ്പൊ RBIയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഞങ്ങൾ 2 തീരുമാനങ്ങൾ എടുത്തപ്പോഴും ഇവർ പറഞ്ഞതുപോലെ RBI മുഴുവൻ പറ്റിക്കുകയും നോട്ട് നിരോധനം, അത് നവംബർ 8 നടത്തിയ നോട്ട് നിരോധനത്തെ പിറ്റേ മാസമോ എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള 2 RBI ഗവർണർമാർക്കും അത് തെറ്റാണെന്ന് പറയുവാനുള്ള അവകാശം ഉണ്ടായിട്ട് വരും. അവർ പറഞ്ഞില്ലല്ലോ രാജിവെച്ചിട്ട്. അപ്പൊ ഇതെല്ലാം പറയുന്നത് നിയമപരമായി അല്ലാത്ത ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ വളരെ മുന്നോട്ട് പോകുമ്പോൾ RBIയുടെ ഫണ്ട് മാത്രം നിരന്തരം സംരക്ഷിക്കപ്പെടണം, അത് സാധാരണക്കാരുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ള വാശിയാണ് സോഷ്യലിസ്റ്റ് വിരുദ്ധ ചിന്താഗതി. അത് സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് എത്തേണ്ടടുത്ത് എത്തണം. അത് RBIയുടെ കുത്തകയായി നിങ്ങളുടെ ആവശ്യമാണത് അംബാനിക്കും ഒക്കെ നൽകാൻ വേണ്ടി മാറ്റിവെക്കണമെന്നുള്ളത് അത് ശരിയല്ല. അവിടെയാണ് ഞങ്ങൾ എടുക്കുന്നത്. സാധാരണ കർഷകന് 6,000 വെച്ച് കൊടുക്കുവാനുള്ള ആവശ്യത്തെ നിങ്ങൾ എതിർക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്, സാധാരണക്കാരന് ഗുണം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. ബേസൽ നോംസ് അനുസരിച്ച് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ശരിയാണ്. പക്ഷേ ആ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കുകൾ ലോകത്ത് മൊത്തം ഉണ്ട്. അവിടെ നീരവ് മോഡി മറ്റവരൊന്നും NP അടിച്ചിട്ട് പോവല്ല. അപ്പൊ നമുക്ക് ആ കരുതൽ തന്നെ പക്ഷെ അവരൊക്കെ വേറെ സ്ഥലത്താണ്. ഈ പറഞ്ഞ
നീരവ് മോഡിയെ 3.4 ഡെഫിസിറ്റ് താങ്കൾ പറഞ്ഞല്ലോ. ഏത് ഗവൺമെന്റ് ആണ് ഇതിനു മുമ്പ് 4 മണി താഴെ FRBM ആക്ട് വെച്ചിട്ട് ഈ നിരവ് മോഡിയെ ഈ പൈസ ഡയമണ്ട് ഒക്കെ ഉള്ള രീതി കട്ടോണ്ട് പോയ നിരവ് മോഡിയെ അദ്ദേഹം വെളിവെച്ച് കണ്ടു. പ്രധാനമന്ത്രി പ്രത്യേക ക്ഷണിതാവായ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ അവിടെ വെളിവെച്ച് കണ്ടു. ഈ SBIയും മറ്റ് അസോസിയേറ്റ് ബാങ്കുകളും ഇങ്ങനെ ലയിപ്പിച്ച് വലിയ ബാങ്കാക്കുന്നു. അതുപോലെ തന്നെ വിജയ ബാങ്ക് പോലുള്ള മറ്റ് ചില ഒരു ഗ്രൂപ്പിനെ ഇതിന്റെ രഹസ്യം എന്തോ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു വലിയ ബാങ്ക് വേണ്ടെന്നുള്ളത് ആവശ്യം. ഇന്റർനാഷണലി ബാങ്ക്സ് എല്ലാം വലുതാണ്, ഒരു സംശയമില്ല. ശിവശങ്കറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഈ നമുക്ക് അംബാനിക്ക് അദാനി ആളുകൾക്കൊക്കെ അവർക്ക് നമ്മളൊരു ഹോം പിന്നെ വീട് പണിയാൻ 10 ലക്ഷം 5 ലക്ഷം അത് ലോണല്ല വേണ്ടത്, 10,000 കോടി രൂപയാ. അത് കോടിയാണ്. അപ്പൊ അത് കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ ബാങ്കുകളെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വലിയ വലിയ ബാങ്കുകളാക്കുന്ന വലിയ വലിയ അടവാണ് അതുകൊണ്ടെന്താ ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളെ ലയിപ്പിച്ചിട്ട് ഒരു കേരള ബാങ്ക് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറയും മാനേജ്മെന്റ് ഓഫ് ഇലക്ഷൻ മെഷീനറികളെ കുറിച്ചാണ്. ഇപ്പൊ മാനേജ്മെന്റ് ഓഫ് ഇലക്ഷൻ മെഷീനറി എന്നതിനോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഓഫ് കോയിലേഷൻ ഈ ഒരു ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം എന്തായാലും ഒരു പാർട്ടിക്കും വ്യക്തമായ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂട്ടുകക്ഷികളെ ആര് വിശ്വാസത്തിലെടുക്കുന്നത്, ഈ കൂട്ടുകക്ഷികളെ മറ്റു സംസ്ഥാനങ്ങളിൽ എത്ര ഫലപ്രദമായ രീതി വിനിയോഗിക്കാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രീ പോൾ അലയൻസുകളൊക്കെ. ഇപ്പൊ പ്രീ പോൾ അലയൻസുകളെ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഇലക്ഷന് ശേഷം ഫലപ്രദമായ രീതി ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഒരു പക്ഷെ കൊണ്ടുവന്നതിൽ UPA ഒന്നാം ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള പങ്കുണ്ട്. സേവനാവകാശ തൊഴിലുറപ്പ് നിയമമാണെങ്കിലും വിവരാവകാശ നിയമമാണെങ്കിലും എല്ലാം വനാവകാശ നിയമവും UPA ഒന്നാം ഗവൺമെന്റിന് UPA ഏതാ ഗൈഡ് ചെയ്തേ? എന്താ ഗൈഡ് ചെയ്തേ? കോമൺ മിനിമം പ്രോഗ്രാമാണ്. കോമൺ മിനിമം പ്രോഗ്രാം. കോമൺ മിനിമം അന്ന് ഭരിച്ചത് അന്നത്തെ വികസന അജണ്ട നിശ്ചയിച്ചത് കോമൺ മിനിമം പ്രോഗ്രാമാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ അല്ല. CPIM-ഉം ലെഫ്റ്റും റൈറ്റും ചേർന്നെടുത്ത കോൺഗ്രസ് CMP ആണ്. അത് എതിർത്തിട്ടില്ല. അവർക്ക് പറയാൻ എന്നിട്ട് എന്തുകൊണ്ട് ഈ കോമൺ മിനിമം പ്രോഗ്രാം പ്രകാരം രണ്ടാമത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM ഇത്ര പുറകോട്ട് പോയി? ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾക്ക് പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. CPM ഉണ്ടാവുന്ന ഗതികേട് അതാണ്. കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. CPM-നെ നമ്മളിപ്പോ BJP-യെ പറ്റി വളരെ കാര്യമായിട്ട് സംസാരിച്ചു, കോൺഗ്രസിനെ പറ്റി സംസാരിച്ചു. CPM-ഉം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ത്രിപുരയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 20 വർഷത്തെ ഭരണത്തിന് ശേഷം പുതിയ ഗവൺമെന്റ് BJP-യുടെ നേതൃത്വത്തിലാണ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ബംഗാളിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 30 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് മമതാ ബാനർജി വരുന്നു. അല്ല, അപ്പൊ ഇത്തരത്തില് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികൾ ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. കാരണം ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 44 സീറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു എന്തായാലും ഈ പ്രതിപക്ഷ ഐക്യപ്പെടാനുള്ള ഒരു അതേ പ്രശ്നം ഇപ്പോ ഇടയ്ക്ക് CPM-ആയിട്ടൊക്കെ ചില സഖ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയല്ലോ. അവിടെ CPM പിന്തുണയോടുകൂടി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസോ തിരിച്ചോ ചിന്തിക്കാതിരുന്ന കാലഘട്ടമായിരുന്നു 2004. ആ 2004 വെറും 141 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി പിന്നെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ SP ഉൾപ്പെടെയുള്ളവർ പുറത്തുനിന്ന് മറ്റു ചെറുകിട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ വിരോധം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അപ്പോ ഒരുമിച്ച് ചേർന്നു. അപ്പോഴൊരു മുന്നണി ഉണ്ടായി, അപ്പോഴൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് 100 പിന്നെ കടന്നു കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ, കോൺഗ്രസിന് ഞങ്ങളുടെ കണക്ക് പ്രകാരം എബവ് 150 ആണ്. എന്റെ ഷഫീറെ ഒരു സെക്കൻഡ്,
ഞാൻ ഈ ഫ്ലോറിൽ പല പന്തായങ്ങളും വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിൽ വേണം ഒരു പന്തായം. 150 സീറ്റിന് മുകളിൽ കോൺഗ്രസ് കിട്ടുക പന്തായമുണ്ടോ ഷഫീറിന്? ഞങ്ങളുടെ ടാർഗറ്റ് ടാർഗറ്റ് 200 ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇതേ ചോദ്യം ഞാൻ റഹീം പറയാണ്. റഹീമിന്റെ പാർട്ടിക്ക് 50 സീറ്റ് കിട്ടും. അതേ ആർജവത്തോടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എഴുതി വെക്കട്ടെ, നമുക്കൊരു പന്തായം വെക്കാം. എത്ര ഒരു എമൗണ്ട് പറ. ഞാൻ 150 സീറ്റിൽ കുറവാണ് കോൺഗ്രസ് കിട്ടുന്നെങ്കിൽ പന്തായി എനിക്കാണ്. 150 അതിന് മുകളിലാണ് കോൺഗ്രസിന്. കോൺഗ്രസിന് മാത്രം കോൺഗ്രസിന് 150 പ്ലസ് ഉണ്ടാവും. 5000 രൂപ പന്തായം. 5000 രൂപ ഇതിനേക്കാൾ ഒരു പോയിന്റ് ആണ്. 5000 രൂപ ഇപ്പൊ എടുത്തിയാൽ എന്റെ ഷഫീർ, ഇത് ഒരു സെക്കൻഡ്, ഇത് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ഷഫീറിന്റെ ഈ പ്രസ്താവന ഹിന്ദിയിലേക്കോ യുപിയിൽ പോലും 20 സീറ്റ് ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഡബ് ചെയ്തത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് 20 സീറ്റ് അമിത്ഷാ മോഡി കൂട്ടുകെട്ട് അത് RSSനെ പരിഗണിക്കാതിരിക്കുകയും അവരുടെ തോന്നിവാസം ഈ ഒമ്നി പൊട്ടന്റായിട്ട് നിൽക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ല. RSSന് ഇവരോട് താല്പര്യമില്ല. നിതിൻ ഗഡ്കരിയെ ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇവര് ശിവശങ്കർ നിതിൻ ഗഡ്കരിയുടെ ആളാണ്. സംഘം അടുത്ത പ്രാവശ്യം കൃത്യമായി മോഡി അമിത്ഷാ കൂട്ടുകളിൽ നിൽക്കത്തില്ല. കാര്യം അടുത്ത പ്രാവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ കാര്യം പറയുമ്പോൾ ഇപ്പം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കൂടെ സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്ന് കേവലം ഏകദേശം 8% അടുത്ത് മാത്രമേ ഉള്ളൂ. അവർക്ക് സീറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വോട്ട് ഷെയർ 25% എങ്കിലും ആക്കിയിരിക്കണം. അത് ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ സാധിക്കുമോ കോൺഗ്രസിന്? അതിലോട്ട് സീറ്റ് പിടിക്കാൻ കഴിയുന്നുണ്ട്. അതിന് മുമ്പ് 21 സീറ്റുകൾ 80 മണ്ഡലങ്ങളാണുള്ളത്. ലോക്സഭാ മണ്ഡലങ്ങളാണ് യുപിയിലുള്ളത്. കഴിഞ്ഞ തവണ 2014 ജനറൽ ഇലക്ഷനിൽ 71 സീറ്റില് BJP ആണ് സീറ്റുകളിൽ BJP ആണ് ജയിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തവണ ഒരു ഗ്രാൻഡ് അലയൻസിലൂടെ മാത്രമേ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതില് പറയുമ്പോ പോലും SP-യും BSP-യും എത്രമാത്രം അക്കോമഡേറ്റീവ് ആയിരുന്നു ഈ അലയൻസ് ചർച്ചകൾ നടത്തിയപ്പോൾ എന്നുള്ളത് സംശയമാണ്. കാരണം ഒരു പക്ഷേ കോൺഗ്രസ് ഒരു അലയൻസിൽ മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. SP-BSP മോശമായ സ്ഥിതിയാണ്. SP-ക്കും BSP-ക്കും ഇവരെ അംഗീകരിക്കാൻ പറ്റിയ ഒരു ശക്തിയല്ല അവിടെ. കോൺഗ്രസ് പണ്ട് അഹങ്കാരമൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന സവർണ വോട്ടുകളെ പ്രിയങ്ക ഗാന്ധി BJP-യിൽ നടത്തി മാറ്റി കോൺഗ്രസിന് കൊണ്ടുവരും അല്ലെ? കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നാൽ പോലും അതിന്റെ ഗുണം SP-ക്കും BSP-ക്കും കിട്ടിയേക്കാം. എന്താ കാര്യം അറിയോ? കാരണം ഇപ്പോ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ബ്രാഹ്മണ കമ്മ്യൂണിറ്റിക്ക് പിന്നെ കൽരാജ് മിശ്രയ്ക്ക് ശേഷം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും BJP-യിൽ ഒരു ക്ഷത്രിയ മുന്നേറ്റമാണെന്നും ബ്രാഹ്മണന്മാർ ഏറെ അവഗണിക്കപ്പെടുന്നുണ്ടെന്നും എന്നുമുള്ളൊരു ഫീലിംഗ്സ് അവിടെ ഉണ്ടെന്നിരിക്കവേ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയം കൃത്യമാണ്, അത് ഗുണം ചെയ്യുമെന്ന്. അപ്പൊ ഇവർ പറയുന്നു വരുന്നത് രാഹുൽ ഗാന്ധി അമ്പെ പരാജയം എന്നല്ലേ? ഈ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴാണ് 9% വോട്ട് മാറുന്നത്. ഇതുവരെ ഈ മത്സരം പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴാണ് ബ്രാഹ്മണ വോട്ട് മാറുന്നത്, ബ്രാഹ്മണ വർഗം മാറുന്നത്. ഇത്രയേറെ മാറ്റുവാൻ 2 ദിവസം കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി അമ്പെ പരാജയമാണെന്നാണ്. പ്രിയങ്ക ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയായി കാണുന്നു. ജനം. പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ കുറിച്ച് BJP പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണിത്. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു, പ്രിയങ്ക ഗാന്ധി പറയാവുന്നതാണ്. പക്ഷെ അത് ഞാൻ സമ്മതിക്കുമായിരുന്നു. എന്ന് കഴിഞ്ഞ ഈ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊന്നായിരുന്നുവെങ്കിൽ ഞാൻ ഇദ്ദേഹം പറയുന്നത് സമ്മതിക്കുമായിരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. അതായത് ഉത്തർപ്രദേശ് ഷഫീർ വെച്ചൊരു ഫോർമുല, ഉത്തർപ്രദേശ് പൊളിറ്റിക്സ്, സവർണ, പ്രിയങ്ക, BJP വിരുദ്ധ,
കോൺഗ്രസ് അനുകൂല, SP-ക്കും BSP-ക്കും ഗുണം. വളരെ ലളിതമായ, ഇതുപോലെ ലളിതമാണ് രാഷ്ട്രീയമെങ്കിൽ അതിനോട് ചേർത്തൊന്ന് പറയട്ടെ. ഇവിടെ വരുന്ന പ്രശ്നം, ഈ പ്രിയങ്ക വരുന്നതോടുകൂടി ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ പരസ്യം ഇതിൽ എഴുതി വെക്കാനേ കൊള്ളാവുള്ളൂ. ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം, ജനത്തെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിസാരമാണ് ഇന്ത്യൻ ജനാധിപത്യമെങ്കിൽ നിങ്ങളുടെ പ്രിയങ്കയേക്കാൾ തിളക്കമുള്ള നോട്ടുകൾ കൊണ്ട് BJP അത് വാങ്ങും എന്നുകൂടിയാണ് അത് വായിക്കേണ്ടത്. ഇവിടെ ജനം വായിക്കുന്നതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ അവിടെ മുമ്പിലുള്ള ആളാരാ? യോഗി ആദിത്യനാഥ് എന്ന അപകടകാരിയായ മുഖ്യമന്ത്രിക്കൊപ്പം ക്യാബിനറ്റ് റാങ്കുള്ള നിങ്ങളുടെ പഴയ PCC അധ്യക്ഷൻ ഇരിക്കുകയാണ്, റീത്ത ബഹുഗുണ ജോഷി അധ്യക്ഷൻ ഇരിക്കുകയാണ്. അത് ജനം നോക്കാണ്. നിങ്ങളവിടെ എടുക്കുന്ന അവിടുത്തെ നിങ്ങൾ ഈ പറഞ്ഞല്ലോ സവർണാധിപത്യം, അതിനെതിരെ ഇപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ BJP ഇപ്പോൾ സ്വീപ്പ് ചെയ്യുന്നുവെങ്കിൽ, തള്ളിക്കളയുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഫോഴ്സ് ആരാ? ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ, ദളിതർ, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം തന്നല്ലോ. ഈ ജനവിഭാഗത്തെ ഒരു മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവായി BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവായി നമ്മൾ എന്ന ഒരു എന്താണ് നിങ്ങൾ മധ്യപ്രദേശിൽ കാണിച്ചത്? എന്താണ് നിങ്ങളുടെ ചോദ്യം കൂടിയുണ്ട്. അതായത് UP ഇലക്ഷൻ കവർ ചെയ്തിട്ടുള്ള ആളാണ് 1989 മുതൽ. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി കവർ ചെയ്യുന്നില്ല. പ്രിയങ്ക ഗാന്ധി വന്ന് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സർവേയിൽ 57% അതിന്റെ ദോഷം ഇവർക്കാണെന്നാണ്, SP-BSP എന്നാണ്. മറ്റുള്ളവർക്ക് 31% BJPക്ക് പറയുന്നത്. ഞാൻ എൻ്റെ ചോദ്യമൊന്നുമില്ല. നമ്മൾ ഈ ചർച്ചയിൽ കാണുമ്പോൾ ഈ പ്ലാസ്മ സ്ക്രീനിൽ വരുന്ന വിവിധ ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. എന്തിനാ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ക്ലോസപ്പ് കൊടുത്തിരിക്കുന്നത്? പ്രിയങ്ക ഗാന്ധി നിങ്ങളെ ഗതകാല സ്മരണകൾ ഗതകാല സ്മരണകൾ ഓർമ്മിച്ചിട്ട് കാര്യമില്ല. ചരിത്രം മാറിയിരിക്കുന്നു. നേരത്തെയും UP-യിൽ ഇതാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇന്നിപ്പോ ഇത് ഒരു ഷഫീറിനോടുള്ള ചോദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയങ്ക ഗാന്ധി ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് കോൺഗ്രസിന്, ഒരു സംശയം വേണ്ട, ഒരു ഫ്രഷ് ഫേസ് ആണ്, അതിന് ഒരു തർക്കം വേണ്ട. പക്ഷെ ഞാൻ ഷഫീറിനോട് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം, സണ്ണുകുട്ടി അതിൽ പങ്കാളിയാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായിട്ട് കരിക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന സംഭവമാണോ രാഷ്ട്രീയം? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ബ്രാഹ്മണ വോട്ടുകളായിരിക്കും പ്രിയങ്ക ഗാന്ധി സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാന്നിധ്യം, സ്വതന്ത്ര സാന്നിധ്യം SP-BSPക്ക് വിഘാതമാകില്ല എന്ന് പറയുമ്പോൾ ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരുപക്ഷെ SP-BSPയിലേക്ക് പോകേണ്ട മുസ്ലിം വോട്ടുകളെ നിങ്ങൾ കൊണ്ടുപോയാലോ? ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ലബോറട്ടറിയിൽ നമ്മൾ നടത്തുന്ന പരീക്ഷണം പോലെ ലളിതമാണോ പൊളിറ്റിക്സിലെ പരീക്ഷണങ്ങൾ? പ്രിയങ്ക ഗാന്ധി ഒരു ഫാക്ടറല്ലാന്ന് ഞാൻ പറയുന്നേ ഇല്ല, ഫാക്ടർ തന്നെയാണ്. എത്രത്തോളം അത് ചെലവാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ടാസ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ബലം എന്തായിരുന്നു UP-യിൽ, അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റില് ബലം എന്തായിരുന്നു? അപ്പർ ക്ലാസ് ഹിന്ദുക്കള്, ഒപ്പം തന്നെ ദളിതുകള്, മുസ്ലിങ്ങൾ. അപ്പൊ അയോധ്യ വന്നപ്പം അപ്പർ ക്ലാസ് പോയി, മുസ്ലിംസ് അങ്ങനെ പോയി, അതൊക്കെ അങ്ങനെ പോയി. അത് അങ്ങനെയാണ് കോൺഗ്രസ് ഈ ഹിന്ദി ബെൽറ്റിൽ ഇത് കാര്യം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ UP-യിലെ പ്രസക്തി കാണുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച 58 സീറ്റ് SP-BSP, 18 സീറ്റ് BJP എന്ന് പറയുന്ന ആ ഒരു വോട്ട് ഷെയറോ അല്ലെങ്കിൽ സീറ്റ് ഷെയറോ, ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വരവ് എങ്ങനെയെങ്കിലും അവിടെ ഒരു പുതിയ കൂട്ടുകെട്ട് അഡ്ജസ്റ്റ്മെന്റേ ഉള്ളൂ. ഞങ്ങളിവിടെ സംസാരിക്കായിരുന്നു എന്തുകൊണ്ടാണ് SP-BSPയുമായിട്ട് പരസ്യമായിട്ട് കൂടാൻ കോൺഗ്രസിന് തയ്യാറാകാത്തത്. കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം അപ്പർ ക്ലാസിന്റെ വോട്ട് നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ SP-BSP അലയൻസിന്റെ ഒരു ഭാഗമായിട്ട് കോൺഗ്രസ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു ഞാൻ കാണുന്നുള്ളൂ. നമ്മളിപ്പോ സംസാരിക്കുന്നത് മുഴുവൻ പ്രീ പോൾ പരിസരത്ത് നിന്നാണ്. പോളിംഗ് അങ്ങോട്ട് തുടങ്ങി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ 1977 അനുഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ശിവശങ്കർ, നമുക്ക് ജയജീവൻ റാമിനെ പോലുള്ള ആൾക്കാർ കൂറുമാറി. വലിയ മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം. വലിയ ഏകാഗ്രതയാണ് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത്. അതുപോലെ ഇവിടെയും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കും. ഒരു പുതിയ ഏറ്റവും വലിയ ശത്രു അദ്വാനിയാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് അവരൊക്കെ സംസാരിക്കുന്ന ഒരു കാലം വരും. അദ്വാനിയെ മാർഗദർശക് മണ്ഡൽ എന്ന് പറഞ്ഞിട്ട് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. പ്രധാന ഇഷ്യൂ ആയിട്ട് വയ്ക്കുന്നെങ്കിൽ പലരും ആഗ്രഹിക്കുന്ന പോലെ BJP ഗവൺമെന്റ് പോകും. നമ്മളെ ഒരു പ്രവചനത്തിന് ഈ ചർച്ച തയ്യാറല്ല. ഇത് ജനസമക്ഷം ഉയർന്നു വരേണ്ട
വിഷയങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരുപക്ഷെ ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ സാധാരണ വോട്ടർമാർ കാണേണ്ടത് ദിശാസൂചിക പകരാൻ വേണ്ടി മാത്രമുള്ള ഒരു ചർച്ചയാണ്. ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ജനാധിപത്യത്തിൽ ഒരുപക്ഷെ ജനങ്ങളുടെ വിധിയാണ് ഏറ്റവും സുപ്രധാനം. ഞാൻ മലയാളി ഇവിടെ അവസാനിക്കും.